രാധാറാണിയുടെ ദിവ്യമായ ഉത്ഭവം. ഒരു കഥ. പണ്ട് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ ആഗമനത്തിനു മുൻപ് സ്വർഗലോകങ്ങളിൽ അത്ഭുതകരമായ ഒരു സംഭവം അരങ്ങേറി. ഒരു സമയത്ത് മഹാവിഷ്ണു മോഹിനിയുടെ, അതായത് അതിമനോഹരിയായ ഒരു ദിവ്യസുന്ദരിയുടെ രൂപം സ്വീകരിച്ചു. അവിടുത്തെ മനോഹരമായ ചലനങ്ങളും തേജസ്സുള്ള പുഞ്ചിരിയും സ്വർഗീയമായ ആകർഷണീയതയും എല്ലാവരെയും ആകർഷിച്ചു. അത്യധികം വൈരാഗിയായ മഹാദേവൻ പോലും ആ സൗന്ദര്യത്തിൽ ഒരു നിമിഷം മറന്നുപോകാതിരുന്നില്ല. എന്നാൽ മയങ്ങിയ എല്ലാവർക്കിടയിലും തികച്ചും വ്യത്യസ്തമായ ഒരു വികാരം തോന്നിയ ഒരാളുണ്ടായിരുന്നു. സൂര്യദേവൻ, സൂര്യഭഗവാൻ മോഹിനിയെ കണ്ടപ്പോൾ മറ്റുള്ളവർ ആഗ്രഹിച്ചതുപോലെ അവിടുന്ന് ആഗ്രഹിച്ചില്ല. പകരം അവിടുത്തെ ഹൃദയം ശുദ്ധവും സൗമ്യവുമായ വാത്സല്യത്താൽ നിറഞ്ഞു. ഒരു സുന്ദരിയായ കുട്ടിയോടുള്ള ഒരച്ഛന്റെ വികാരം. അവിടുന്ന് മോഹിനിയെ ആരാധിക്കപ്പെടേണ്ട ഒരു സ്ത്രീയായിട്ടല്ല, മറിച്ച് വാത്സല്യമുള്ള ദിവ്യയായ ഒരു മകളായിട്ടാണ് കണ്ടത്. ആ നിമിഷം അവിടെയുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അവിടുത്തെ വികാരം. ആഗ്രഹമില്ലാത്ത സ്നേഹം, ബന്ധമില്ലാത്ത നോട്ടം, തികഞ്ഞ വാത്സല്യം മാത്രം. എല്ലാ ഹൃദയങ്ങളെയും അറിയുന്ന മഹാവിഷ്ണു സൂര്യദേവന്റെ ആ ശുദ്ധമായ വികാരം ഉടൻ മനസ്സിലാക്കി. സൂര്യദേവന്റെ നിസ്വാർത്ഥമായ വികാരത്തിൽ അത്യധികം സന്തോഷവാനായി വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് അരുളി ചെയ്തു, സൂര്യ, നിന്റെ ഹൃദയം ശുദ്ധമാണ്. വരാനിരിക്കുന്ന ദ്വാപരയുഗത്തിൽ ഞാൻ കൃഷ്ണനായി ജനിക്കും. നിന്റെ നിഷ്കളങ്കമായ ആഗ്രഹം പൂർത്തീകരിക്കാനായി എന്റെ സ്വന്തം ഹ്ലാദിനീ ശക്തി, അതായത് എന്റെ ദിവ്യമായ ആനന്ദത്തിന്റെ ഊർജം നിന്റെ മകളായി അവതരിക്കും. വിഷ്ണു തുടർന്നു, ലക്ഷക്കണക്കിന് മോഹിനിമാർ പോലും അവളുടെ തേജസ്സിനു മുന്നിൽ മങ്ങിപ്പോകുന്നത്ര അസാധാരണമായ സൗന്ദര്യമുള്ളവളായിരിക്കും അവൾ. അവൾ എന്റെ സ്നേഹം, ഭക്തി, ആനന്ദം എന്നിവയുടെ സാരാംശമായിരിക്കും. അവൾ നിന്റെ മകളായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുക. കൃതജ്ഞതയാൽ നിറഞ്ഞ് സൂര്യദേവൻ കൈകൂപ്പി നമസ്കരിച്ചു. ഭാവിയെക്കുറിച്ചുള്ള വലിയ ഒരു രഹസ്യം അപ്പോൾ വെളിപ്പെട്ടതിനാൽ സ്വർഗം ദിവ്യ സംഗീതത്താൽ മുഖരിതമായി. യുഗങ്ങൾ കടന്നുപോയി. ദ്വാപരയുഗത്തിൽ കൃഷ്ണന്റെ ആഗമനത്തിനുള്ള സമയം വന്നപ്പോൾ സൂര്യദേവന് നൽകിയ വാഗ്ദാനം നിറവേറ്റപ്പെട്ടു. വിഷ്ണുവിന്റെ ഹ്ലാദിനീ ശക്തി ആത്മീയ ലോകത്തുനിന്ന് ഇറങ്ങിവന്ന് ഭൂമിയിൽ സൂര്യന്റെ അവതാരത്തിന്റെ ദിവ്യപുത്രിയായി ജനിച്ചു. സ്നേഹം, ദയ, ആനന്ദം എന്നിവയുടെ മൂർത്തീഭാവമായ രാധ ആഗതയായതിനാൽ സ്വർഗീയ ജീവികൾ ആഹ്ലാദിച്ചു. അവളുടെ സൗന്ദര്യം മോഹിനി അവതാരത്തെ പോലും അതിശയിപ്പിച്ചു. അവളുടെ സാന്നിധ്യം ഹൃദയങ്ങളെ അലിയിക്കുന്നത്ര ശാന്തമായിരുന്നു. അവളുടെ കണ്ണുകൾ സമുദ്രത്തേക്കാൾ ആഴന്തരും ദയ പ്രസരിപ്പിച്ചു. അങ്ങനെ വൃന്ദാവനത്തിലെ ആളുകൾ കിഷോരിജി അല്ലെങ്കിൽ ശ്യാമജു എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട രാധാറാണി ലോകത്തേക്ക് വന്നു. ഒരു സാധാരണ വ്യക്തിയായിട്ടല്ല, മറിച്ച് സൂര്യദേവന്റെ പരിശുദ്ധമായ സ്നേഹത്തിന്റെ അനുഗ്രഹത്താൽ ജനിച്ച കൃഷ്ണന്റെ നിത്യമായ ദിവ്യശക്തിയായി.